ഇപ്പോൾ ഇൻഫോ പാർക്കിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരുന്നു പുതിയ വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, എന്താണ് ഇൻഫോ പാർക്കിലെ സാഹചര്യം? നേരത്തെ വലിയ വെള്ളക്കെട്ട് അവിടെ ഉണ്ടായി, അവിടെ ഇൻഫോ പാർക്കിൻ്റെ പ്രവർത്തനം തന്നെ തടസ്സപ്പെടുന്ന രൂപത്തിലായാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടുത്തെ ജീവനക്കാരടക്കം നൽകുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കനത്ത വെള്ളക്കെട്ടാണ് ഇൻഫോ പാർക്കിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മഴ പെയ്ത ഘട്ടത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇനി വെള്ളം കയറാതിരിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കും, ഇത് ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള ബണ്ട് പൊട്ടിക്കാത്തതാണ് വെള്ളം കയറാൻ കാരണമായത് എന്നെല്ലാമായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പെയ്യുന്ന മഴയിൽ കനത്ത വെള്ളക്കെട്ട് ഇൻഫോ പാർക്കിൽ രൂപപ്പെട്ടിരിക്കുന്നു. നിലവിൽ ചില കമ്പനികൾക്കകത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കമ്പനിയുടെ പ്രവർത്തനത്തെ ഒന്നും കാര്യമായി ഇത്തരത്തിൽ വെള്ളക്കയറ്റം ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ അടിക്കടി ഉണ്ടാകുന്ന ഇൻഫോ പാർക്കിലെ വെള്ളക്കെട്ട് അത് ശരിക്കും ഗൗരവമായി ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റ് അധികൃതരോ പരിഗണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു IT ഹബ്ബാണ്. അവിടെ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ സർക്കാരിനോ ജില്ലാ ഭരണകൂടത്തിന് തയ്യാറാകുന്നില്ല. ഒരു ചെറിയ മഴയിൽ പോലും ഇത്തരത്തിൽ ഇൻഫോ പാർക്ക് മുങ്ങുന്നത് അത് വലിയ നാണക്കേട് കേരളത്തിന് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ പ്രതിരോധ നടപടികളും തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ മഴയുടെ സമയത്ത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പക്ഷേ അതിലൊരു ഫലവും ഉണ്ടായിട്ടില്ല. ഇതിന് തൊട്ടപ്പുറത്ത് ഇൻഫോ പാർക്കിനോട് ചേർന്നൊരു തോട് ഒഴുകുന്നുണ്ട്. അത് പൂർണ്ണമായും ഈ പായൽ കൂടി മൂടിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ ഇൻഫോ പാർക്കിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഇത്രയും നാളുകളായി സർക്കാരോ ജില്ലാ ഭരണകൂടമോ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും അതിദാരുണമായ സംഭവമാണ്. വാഹനങ്ങൾക്കുൾപ്പെടെ പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. പല ആളുകളെയും വെള്ളക്കെട്ടിൽ വീഴുന്ന കാഴ്ച പോലും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. കമ്പനികൾക്കകത്തേക്ക്, അതായത് താഴത്തെ ഫ്ലോറിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അപകടങ്ങൾ, വാഹനങ്ങൾ ഓടിക്കുന്നതിന് പോലും, 2 വീലർ ഉൾപ്പെടെ ഓടിക്കുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. വലിയ ഗതാഗത കുരുക്ക് ഈ പ്രദേശത്ത് നേരിടുന്നുണ്ട്. അതായത് ഒരാഴ്ച മുമ്പ് സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് പോലും അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആരുടെ വീഴ്ചയാണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല. ഈ പ്രത്യേകിച്ച് ആ ബണ്ട് പൊട്ടിച്ചതല്ലാതെ മറ്റൊരു തരത്തിലും ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴുക്കിക്കളയാനോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ജലാശയങ്ങളിലെ ഈ ജലസ്രോതസ്സിലെ സുഗമമായ ഒഴുക്കിന് വേണ്ടിയുള്ള നടപടികളോ ഒന്നും സ്വീകരിക്കാത്തതാണ് വീണ്ടും ഇൻഫോ പാർക്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ ഇടവെച്ചത്. ഈ ഇൻഫോ പാർക്കിൽ ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് വലിയ നാണക്കേട്, അതായത് പുറത്തുള്ള ആളുകൾ കാണുമ്പോൾ വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ വലിയ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വ്യവസായ മന്ത്രിയുടെ ജില്ലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്, അടിക്കടി ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയ നാണക്കേട് വഴിവെക്കുന്നതാണ്. ഒരു പക്ഷേ 2 മണിക്കൂർ മഴ മാറി നിന്നാൽ ഈ വെള്ളം ഇറങ്ങിപ്പോകും. പക്ഷേ പിന്നീട് മഴ പെയ്താൽ വീണ്ടും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായ ഒരു ശാശ്വതമായ പരിഹാരം ഈ വെള്ളക്കെട്ടിന് ഉണ്ടാക്കാൻ ഇപ്പോഴും കൊച്ചിയിലാകുന്നില്ല. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് ആവർത്തിക്കുന്നു വികസനത്തിന്റെ കാര്യത്തിൽ. അപ്പോഴും മഴ പെയ്യുമ്പോഴും കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ മഴയിൽ പോലും കൊച്ചി മുങ്ങുന്ന സാഹചര്യമാണുള്ളത്. എല്ലാ മേഖലകളിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ അധികാരികളാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പദ്ധതികൾ അഡോപ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് പറയുന്നത് മാത്രമാണ് നടക്കുന്നത്. വലിയ കോടിക്കണക്കിന് തുകകളും വെള്ളക്കെട്ടിനുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നുണ്ട്. അതൊന്നും ചെലവാക്കുന്നുമില്ല. അതൊന്നും കൃത്യമായി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് വിഷ്ണു സുരേഷ് നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.